കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിലവിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം പേരും തിരഞ്ഞെടുക്കുന്നത് വിദേശ വിദ്യാഭ്യാസമാണ്. അത്തരത്തിൽ വിദേശ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്നവർക്ക് മുന്നിൽ അവസരങ്ങളുടെ ചാകരയാണ്. ഏറെ വർഷങ്ങളായി വിദേശ വിദ്യാഭ്യാസത്തിനായി ഇന്ത്യൻ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന വിദേശ രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കാനഡയും അമേരിക്കയും ബ്രിട്ടനുമൊക്കെയാണ്. എന്നാലിപ്പോൾ ഈ പരമ്പരാഗത രീതി മാറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കാർ. യുഎസും ബ്രിട്ടനും കാനഡയും മാറി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ജർമ്മനി, നെതർലൻഡ്, പോളണ്ട്, ബെൽജിയം, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളിലാണ്. 108 സർവകലാശാലകളും 211 അപ്ലൈഡ് സയൻസസും കലാ സംഗീത കോളേജുകളും ഉൾപ്പെടെ ജർമ്മനിയിലാകെ 423 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണുള്ളത്. നിലവിൽ ഇന്ത്യയിൽ നിന്നും 42,997 വിദ്യാർത്ഥികളാണ് ജർമ്മനിയിൽ പഠിക്കുന്നത്. ലോ, മാനേജ്മെന്റ്, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നിവയാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കിടയിൽ ജനപ്രിയമായ കോഴ്സുകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ ജർമ്മനിയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുമുണ്ട്. 30-ലധികം സർവകലാശാലകളും കോളേജുകളുമുള്ള നെതർലൻഡിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നെതർലൻഡിലെ ഇന്ത്യൻ എംബസി നൽകിയ കണക്കുകളനുസരിച്ച് 3500-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ നിലവിൽ നെതർലാൻഡിൽ പഠിക്കുന്നുണ്ട്. ഏകദേശം 458 സർവകലാശാലകളും കൊളീജിയേറ്റ് തലത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പോളണ്ടിലുണ്ട്. ഏകദേശം 2500 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് പോളണ്ടിൽ പഠിക്കുന്നത്. ഹംഗറിയിൽ ആകെ 65 യൂണിവേഴ്സിറ്റികളാണുള്ളത്. ഏകദേശം 1500-ലേറെ വിദ്യാർത്ഥികൾ ഹംഗറിയിൽ പഠിക്കുന്നു. യൂറോപ്പിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ സർവകലാശാലകളാണ് ബെൽജിയത്തിൻ്റെ പ്രത്യേകത. ബെൽജിയത്തിലാണ് ഭൂരിഭാഗം ഇന്ത്യൻ വിദ്യാർത്ഥികളും താമസിക്കുന്നത്. പുതിയ കണക്കുകൾ പ്രകാരം ഏകദേശം 24,732 ഇന്ത്യക്കാരാണ് ബെൽജിയത്തിലുള്ളത്. ന്യൂസിലൻഡിൽ 8 സർവകലാശാലകളുണ്ട്. MBAക്ക് വേണ്ടിയോ അക്കാദമിക് ഗവേഷണത്തിന് വേണ്ടിയോ നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ന്യൂസിലൻഡിലേക്ക് പോകുന്നത്. നിലവിൽ ഏകദേശം 15,000 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ന്യൂസിലൻഡിലുള്ളത്. കാലം മാറുമ്പോൾ ഒപ്പം ചിന്തകളും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴുള്ള ഈ രീതിയും തെരഞ്ഞെടുപ്പുമെല്ലാം കാലക്രമേണ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാലും ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കാൾ വിദേശ വിദ്യാഭ്യാസത്തിന് വില കൊടുക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയർത്തിയാണ് വിദ്യാർത്ഥികൾ കാണാക്കനി തേടി വിദേശത്തേക്ക് പറക്കുന്നത്.